ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇക്കയും ഫസലും കൂടെ താഴത്തേക്ക് പോയിട്ടുണ്ട്. ഫസലിൻ്റെ മീൻ മേടിച്ച് കൊടുത്തു വിട്ടിട്ട് വിടാൻ വേണ്ടിയാണ് ഫസലിനെയും കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ആ മൂടൽ കണ്ടുകൊണ്ട് രാവിലെ ചെറിയ തെളിച്ചം കണ്ടപ്പോൾ വേഗം ഞാൻ തുണിയെല്ലാം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ കോടയൊക്കെ വന്നിട്ടുണ്ട്. കോട ഉണ്ടെങ്കിൽ മഴ പുറകെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. എന്നാലും അത് തെളിച്ചത്തിൽ അങ്ങ് ഇട്ടതാണ്. അപ്പോൾ എല്ലാം വിരിച്ച് അകത്തേക്ക് കയറിയില്ല. അപ്പോഴേക്കും ഇടിച്ച് കുത്തിയൊരു വരവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ തുണിയെല്ലാം പെറുക്കി ഞാൻ തിണ്ണയെ വാരിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കൂടി ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾക്ക് ഇന്നലത്തെ കോഴിക്കറിൻ്റെ അതും കൂട്ടി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരു കൂടെ എല്ലാവർക്കും ചുട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് പൈപ്പ് വെള്ളം കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ആഴ്ചയിലാണ് കേട്ടോ വെള്ളം വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ശനിയാഴ്ച ദിവസമാണ് എല്ലാ ദിവസവും ഇപ്പോൾ വെള്ളം വരുന്നത്. അങ്ങനെ രാവിലെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് പിടിക്കാനും പാടായിരുന്നു. ഇറങ്ങി പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ആരെങ്കിലും ഇറങ്ങുന്നുണ്ട് പാത്ത് പുറകെ ഇറങ്ങട്ടോ. അതുകൊണ്ട് പിള്ളേരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പിടിക്കാനായിട്ട്. ബസ്സിലിപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കാണ്ട്. അപ്പോൾ അടുത്തല്ല, അവന് വേറെ അത്യാവശ്യം ഉണ്ടായിരുന്നു, സ്കൂളിൽ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ചപ്പാത്തി ചുടാനുള്ള ഡ്യൂട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവന് എണ്ണ തൂത്ത് ചപ്പാത്തി ചുടുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ബ്രഷ് ഇല്ല നമ്മൾ എണ്ണ തൂക്കുന്നത്. അപ്പോൾ ഞാൻ ആ കുപ്പിക്കകത്ത് ഓട്ടയാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ ആക്കി വിടുന്നത്. അപ്പോൾ അവനെ എളുപ്പപ്പണിക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്ക് ഒരേ ഡ്യൂട്ടിയെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ചോറിലെല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് കഴിക്കാനിരിക്കാന്ന് വെച്ചിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ 3 പേരും. ഫസ്റ്റിലിപ്പോൾ കഴിക്കാതെയാണ് പോയത്. അവനിപ്പോൾ കൂട്ടുകാരന്മാരുടെ കൂടെ പോയി പപ്സൊക്കെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വെള്ളം നിറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ കണ്ണ് തെറ്റിയ പെട്ടെന്ന് നിറയിട്ട് അങ്ങനെ നല്ല ഫോഴ്സിലാണ് വരുന്നത്. ചില സമയത്ത് ഒട്ടും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാത്തു ആ മഴയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതായത് തലയ്ക്ക് കൈ വെച്ചുകൊണ്ടിരുന്നത്. കാരണം മഴ തൂളുന്നുണ്ട്. അവൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ചെയ്ത് പിള്ളേരോട് കഴിക്കാനിരിക്കുക. ആരെങ്കിലും ഇറങ്ങി കൂടെ ഇറങ്ങട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവൾക്ക് ചപ്പാത്തി ഞാൻ പണ്ട് കാണിക്കുന്ന പോലെ റോളൊക്കെ ആക്കി ചായ മുക്കി കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ നിന്ന് കഴിക്കാം. ഞാൻ ദിവാങ്കോട്ടേ കയറി അവൾ ആ ചായക്കപ്പുമായിട്ട് അതിന് മണ്ടേ കയറും. അതുകൊണ്ട് അവളുടെ കൂടെ ഞാനും ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു യുദ്ധം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചോ എല്ലാം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് മഴ പറഞ്ഞില്ലേ, സമയമാണ്, എപ്പോഴാണ് പോവുക വരാമെന്ന് അറിയാൻ പറ്റില്ല. ചെറിയ തെളിച്ചം കാണുമ്പോഴേക്കും തുണിയെല്ലാം ഞാൻ എടുത്തിടും. കാരണം നമുക്ക് പെരക്കകത്ത് ഇടാനുള്ള സ്ഥലം കുറവാണ്. പിള്ളേരുടെ കണ്ണിൽ ഉണങ്ങി കിട്ടണേ. സത്യം പറഞ്ഞാൽ സ്കൂളുള്ള ദിവസമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പണി കുറവുള്ള ദിവസം എനിക്ക് തോന്നുന്നു. സ്കൂളില്ലാത്ത ദിവസം ചെയ്താലും തീരാത്ത പണിയാണ് കേട്ടോ. ഏതൊക്കെ വഴിയാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. സ്കൂളുള്ള ദിവസം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പണികളെല്ലാം തീർന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ എല്ലാവരും പറയും സ്കൂളുള്ള ദിവസമാണ് ഭയങ്കര പണിയും തിരക്കാന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു അല്ലെന്ന്. ശനി ഞായറാണ് ഏറ്റവും വലിയ ജഗമുള്ള ദിവസം. അങ്ങനെ ഫസ്റ്റിൽ മീനെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചത് എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ചെറിയ അയലയാണ്. പകുതി പൊരിക്കാനും പകുതി വറ്റിക്കാനും കൂടി അങ്ങനെ എടുക്കാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ പീര വെക്കുന്നു അറിയില്ലേ, അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നമ്മൾ കറണ്ടിൻ്റെ അവിടെ ഇന്നലെ രാത്രിയിൽ നല്ല ഇടയ്ക്ക് ഇങ്ങനെ പകൽ തൊട്ട് മിന്നി കറണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസ് വയറൊക്കെ പോയിട്ട് ക്ലാവ് പിടിച്ചിട്ട് നമുക്ക് വെട്ടം കിട്ടുന്നുണ്ടായിരുന്നില്ല. പോയും വന്നൊക്കെ നിൽക്കുക. അപ്പോൾ ആൾ നന്നാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ അവിടെ ഇറക്കി വെച്ചിട്ട് ഞാൻ ആ പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇച്ചു തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫസലാണ് കൂടുതൽ ഈ പരിപാടിക്ക് ചെയ്ത് തരാറ്. അവനില്ലാത്തതുകൊണ്ട് ഇച്ചുവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ കൂട്ടി. അപ്പോൾ ഇന്നലെ നമുക്ക് വീടേ ഇല്ലാത്തതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ നമ്മളവിടെ മഴ പെയ്തപ്പോൾ ഞാൻ ഇന്നലെ അടുക്കളൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ദിവസമായല്ലോ നോത്തൊന്ന് തേച്ച് കഴുകിയതാണ്. അപ്പോൾ നമ്മൾ വെള്ളം പോകുന്ന ഓവ് പുറത്തോട്ട് നിൽക്കുന്നതുകൊണ്ട് മണ്ണിനോട് നമുക്ക് തറ അധികം ഉണ്ടായിരുന്നില്ല. മണ്ണിനോട് ചേർന്നായിരിക്കും. നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഓവിൻ്റെ ഉള്ളിൽ അടുക്കളയിലോട്ട് കയറും മഴ പെയ്താൽ. അപ്പോൾ ഞങ്ങൾ ഓവൊക്കെ അടച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അടുക്കള കഴുകാൻ വേണ്ടി ആ ഓവെല്ലാം ഒന്ന് തുറന്നെടുത്താണ്. അത് കഴിഞ്ഞ് അടച്ച് വെച്ചു. പക്ഷേ കുത്തി ഒലിച്ച് മഴ പെയ്ത് നമ്മൾ അടുക്കളയിലോട്ടൊക്കെ വെള്ളം കയറിയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്കത്തിന് ചെന്ന അതേ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ അടുക്കളയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് മുറിയിലൊന്ന് കിടക്കാൻ പോയപ്പോഴോ മഴ ശക്തിയായി കഴിയുമ്പോൾ നമ്മൾ സീറ്റിന് മുകളിൽ നിന്ന് വെള്ളം തിരിച്ചിങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം അങ്ങനെ കിടക്കുന്നോടത്ത് ചാടും. അപ്പോൾ ഞാനൊന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ എൻ്റെ ദേഹത്തൊക്കെ മഴവെള്ളം ചാറി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലോട്ട് പോയി നോക്കിയതാണ്. അപ്പം നമ്മൾ അടുക്കളയിൽ മണ്ണൊക്കെ ഇടിഞ്ഞു വെച്ചാൽ ഒരുപാടല്ല, എന്നാലും അത്യാവശ്യം വലിയൊരു കല്ലോട് കൂടിയാണ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ പുറത്ത് നിൽക്കുന്ന അവൻ ആ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ഓട വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. കറക്റ്റാണ് അവിടുന്ന് മണ്ണ് ഇടിഞ്ഞ് ജാറിൻ്റെ അവിടെ ഉള്ളതുകൊണ്ട് അവൻ്റെ ദേഹത്തോട്ട് വന്ന് വീണില്ല. ജാറയില്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ദേഹത്തായി വന്ന് വീണ് കിടക്കുക. നല്ല മുഴുത്ത കല്ലൊക്കെ ആയിട്ട് വന്ന് വീണിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മഴയും നനഞ്ഞ് ഇക്കയും പിള്ളേർ അതെല്ലാം വാരി കളഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇന്നൊക്കെ ആയിട്ട് മൊത്തം ജഗപക പിടിച്ച ദിവസം തന്നെയാട്ടോ. ഏറ്റവും കൂടുതൽ ഇന്നലെ തന്നെയായിരുന്നു. കാരണം നമുക്ക് അത് കാരണം കറണ്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഫോണാണ് 1% അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കോൾ ചെയ്താൽ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കുറച്ച് നേരം കുത്തിയിടാം. നമുക്ക് ആവശ്യത്തിന് ഫോൺ വേണം. അപ്പോൾ അപ്പുറത്ത് കൊണ്ട് കുത്തിയിടാനും പറ്റില്ലായിരുന്നായിരുന്നു.
എന്തായാലും അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ല തെളിച്ചം കാര്യമൊക്കെ ഉണ്ട്. ഇന്നലെയൊക്കെ രാവിലെ തൊട്ട് നല്ല ഇടിച്ച് കുത്തിയുള്ള പെയ്ത്തായിരുന്നില്ല. ഇന്ന് പിന്നെ വലുതായിട്ടില്ല, ഇടയ്ക്കൊന്ന് മൂടി വരും, ചെറുതായിട്ടൊന്ന് ചാറും പോവും, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ചോറ് ഞാനവിടെ അരി ഇട്ടിട്ടില്ല കേട്ടോ, അവിടെ വെള്ളം വെച്ചിട്ടേ ഉള്ളേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് വേണം, വേറെ ഒരു പണീൻ്റെ തീർന്നിട്ടില്ലേ, ചോറും കറിയും വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടയ്ക്കാനും അടിക്കാനും ഒക്കെ ഉള്ളത് കേട്ടോ. അതൊന്നും കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഏറെക്കുറെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുടംപുളിയാണ് ഞാൻ അതിലിട്ടിട്ടുണ്ടായത്, നമുക്ക് ചിരുമിക്ക ഉണ്ടായിരുന്നില്ല, പിന്നെ മാങ്ങ ഒന്നുമില്ലല്ലോ വേണ്ടാണ് കേട്ടോ. അപ്പോൾ മീൻ അത്യാവശ്യം ഉച്ചക്കത്തേനുള്ള ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ വെള്ളം അവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് തിളച്ചോളും. അങ്ങനെ റേഷൻ അല്ലല്ലോ, നമ്മുടെ ജയരി ഉണ്ടല്ലോ, ആ സീസ് അരിയാണ് കേട്ടോ. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അങ്ങനെ ആയിക്കോളും, വാടത്തൊന്നുമില്ല. അതുകൊണ്ട് അതും തീ കത്തിച്ച് കൊടുത്ത് അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പൂൺ താവി ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല. തിളച്ച് കഴിയുമ്പോൾ വെള്ളം ഒരുപാടൊന്നും താഴോട്ട് പോകത്തില്ല കേട്ടോ, നമ്മൾ തീ കെട്ട് പോകില്ല, അങ്ങനെ വരത്തില്ല കേട്ടോ. തവേൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ പത വന്ന് കിടക്കുള്ളൂ, ഒന്ന് നല്ലപോലെ ആയി തിളച്ച് മറിയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കാൻ പറ്റില്ല, പൊടിമത്തി ആയതുകൊണ്ട്, പൊടിയയിലായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പം മീനത് എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ വൈറ്റ് സ്റ്റൂഡിയോ നോക്കുന്നുണ്ട്, എത്ര പേര് കയറിയിട്ട്, പിന്നെ ഒരുപാട് പേര് നമ്മൾ വീഡിയോസൊക്കെ നല്ല എന്ന് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷമായിട്ട് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും അടുക്കളത്തെ അടിച്ചുവാരൽ വെച്ച് ബാക്കി പണികളെല്ലാം നമ്മുടെ തീർന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ആക്കി വെച്ച് ഒരാൾ കുളിക്കാൻ റെഡിയായിട്ട് താഴെ നിൽക്കുകയാണ് കേട്ടോ. ആളെ ഒന്ന് കിടത്തി ഉറക്കണം, കാരണം ഇതൊക്കെ കഴിയുവാണെങ്കിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് അവളെ കിടത്തി ഉറക്കുകയും ചെയ്യാമല്ലോ. അതാണ് പെട്ടെന്ന് വേഗം ആക്കുന്നത്. നമുക്ക് നേരത്തെ വോയിസ് ഓവറൊക്കെ കൊടുക്കണം, പിള്ളേരെല്ലാ സമയത്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നല്ല മൂടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തുണി ഞാൻ എടുത്തിടാൻ പോകുന്നില്ല, 2-3 തവണ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അടുത്ത മഴ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ആകാനുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല അടിപൊളി വീഡിയോ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ബൈ, ടാറ്റാ.